വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പതിവിലും നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ച് കിടന്നു, പക്ഷേ കുറച്ച് വൈകി കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ രാവിലത്തെ ചായ ഇടലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇക്ക കടയിലോട്ട് പോയി. അപ്പോൾ അതൊക്കെ എനിക്ക് വീഡിയോയിലോട്ട് ഞാൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, നമ്മുടെ തുണിയൊക്കെ വാഷിങ്ങിന് ഇടാനായിട്ടുള്ള കാര്യങ്ങളായിട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു. പിന്നെ ഇന്നലെ മഴ പെയ്തിട്ട് ഷൂ നനച്ച് കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെയിലൊന്ന് തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെയിൽ ഒളിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. അപ്പോൾ ചായ ഇട്ട പാത്രങ്ങളും മറ്റുമൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകിയെടുക്കുകയാണ്. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാട്ടോ. മോളിപ്പോൾ ഇച്ചിരി ചിലത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി ഒന്ന് വൈകി എഴുന്നേൽക്കുന്നതുകൊണ്ട് രാവിലത്തെ പണി കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നലെ 2 ദിവസമായിട്ട് സിങ്കിന് ഒത്തിരി എണ്ണമയമുണ്ട്. അപ്പോൾ ഞാൻ അത് കഴുകാൻ വിട്ടു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സോപ്പ് ഓയിൽ വെച്ചിട്ടാട്ടോ കഴുകുന്നത്. കാരണം ഞാൻ കടയിൽ ഉള്ളൊരു ഐറ്റമാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. കമ്പനി ഏതാണെന്ന് നല്ല ഒരു തുള്ളി മതി കേട്ടോ. നന്നായിട്ട് സിങ്കൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് ആ ഒരു ഓയിൽനെസ് ഒക്കെ പോയിട്ട് നല്ലതായിട്ട് ക്ലീൻ ആയിക്കോളൂ കേട്ടോ. ഞാൻ പിന്നെ ഈ ബാത്റൂം കഴുകാനും ആ സോപ്പ് ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അത് 1 ലിറ്ററിൻ്റെ ഉണ്ട്, പിന്നെ 5 ലിറ്ററിൻ്റെ ക്യാനിൽ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റിട്ട് നോക്കിയതാണ്. മോളപ്പോൾ നല്ല ഉറക്കത്തിലാണ്. കുറച്ച് നേരം കൂടെ എന്തായാലും കിടന്നുള്ളൂ. 1 മണിക്കൂറും കൂടെ ഒന്ന് കിടന്ന് കിട്ടുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിയും. അപ്പോൾ ഞാനിന്ന് കറിയായിട്ടും മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല. പാളയംകുടം പഴം കടയിൽ വിൽക്കാൻ ഇന്നലെ നാടൻ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇന്നലെ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഈ കറിയല്ലേ നമ്മൾ കഴിക്കുന്നത്, ഒരു ചേഞ്ച് ഇടയ്ക്ക് പുട്ടും പഴവും ഉപ്പുമാവും പഴവും അങ്ങനെയൊക്കെ ഒന്ന് ആവാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ച് ഇന്ന് അങ്ങനെ ഇരിക്കുക. അപ്പോൾ മോനെ ഉണർത്തി നോക്കി, പതുക്കെ ഒന്ന് പുന്നാരിച്ചിട്ടൊക്കെ നോക്കി ഉണർത്തിയതാണ്. എന്നാലും പിന്നെയും മൂടിപ്പോച്ച് വീണ്ടും കിടക്കുക. അപ്പോൾ ഇപ്പോൾ എഴുന്നേക്കാൻ 5 മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ എന്ന്. കാര്യം വെച്ചാൽ അങ്ങനെയാണെന്ന്. അതൊരു അവൻ്റെ എന്തൊരു ഡയലോഗ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. അതായത് അങ്ങനെ തുറക്കാൻ പാടുള്ളൂ എന്ന് ആണെന്ന് അവൻ്റെ ഈ എക്സസൈസ് ചെയ്യുന്ന ഒരു ഇത് ഇങ്ങനെ മൊബൈലിൽ പുള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ എന്നെ കണ്ണ് തുറക്കില്ല, 5 മിനിറ്റ് നിങ്ങൾ കിടന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം കണ്ണ് തുറക്കാനെന്ന്. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നതാണ്. ചുമ്മാതെ ഭയങ്കര നമ്പറാൾ, ഭയങ്കര മടിയും. ഇന്നിപ്പോൾ നാളെ പരീക്ഷ എക്സാം തുടങ്ങാം. അപ്പോൾ ടേം പരീക്ഷ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് അവർക്കൊരു 2 ലെസൺ വെച്ചൊക്കെ എക്സാം ഉണ്ട്. അപ്പോൾ പഠിച്ചൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇനിയും പഠിക്കാനുണ്ട്. ഭയങ്കര മടിയും ഭയങ്കര കളിയാണ്. കിട്ടാൻ പാടാ ആളിനെ ഒന്ന്. ഇപ്പോൾ ഞാനൊന്ന് ട്യൂഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉള്ളപ്പോൾ ഒരു ചെറിയ എളുപ്പമുണ്ട് എനിക്ക്. അപ്പം നമുക്ക് ഉപ്പുമാവിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, സവോള. മോൻ പ്രത്യേകം പറഞ്ഞേക്കാണ് ക്യാരറ്റ് ഇട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയേ ചെയ്യില്ലെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, തീരെ കുഞ്ഞാക്കണമെങ്കിൽ പിന്നെ അറിയില്ല, ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമൊക്കെ കൂടിപ്പോയി, എന്നാലും ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കയറി വരത്തുള്ളൂ. ഈ മഞ്ഞിൻ്റെ ആയിട്ടാണെന്ന് തോന്നുന്നു തൊണ്ടയുടെ ഒരു ബുദ്ധിമുട്ട്. തൊണ്ടയുടെ എന്ത് ചെയ്താൽ മാറുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതേ കടുവൊക്കെ ഞാൻ കറിവേപ്പിലയിട്ട് അതിൻ്റെ കൂടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഇത്രയും. വെളുത്തുള്ളി ഇട്ടില്ല കേട്ടോ, സോറി, അത് പറഞ്ഞപ്പോൾ ഒന്നായിപ്പോയതാണ്. സവോള, ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ്. ഞങ്ങളിവിടെ എപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഒരു മഞ്ഞ നിറത്തിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാനൊരു 3 പിടി തേങ്ങ അരിച്ചെടുത്തിട്ടില്ല, തേങ്ങാപ്പാൽ അതേപടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഉപ്പ് കുറവ് തോന്നിയതിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ റവ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത് തേങ്ങാപ്പാലാണെങ്കിലും ശരി, അതല്ല സാധാ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റിനൊക്കെ ഒരു ചെറിയ കട്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് ഉണങ്ങിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത്
ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതേ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ 2 കുഞ്ഞു ചെടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടിക്ക് ഞാൻ ഇതിലൊരു ചുവന്ന നല്ലൊരു റെഡ് ഒരു ചെറിയ പൂവരും, ഇത് ചുമ്മാ നമ്മുടെ ഒരു ഇതാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു കമ്പിൽ കുഞ്ഞ് ഇല വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ കമ്പിൽ ഓൾറെഡി ഇല ഉണ്ടായിരുന്നതാണ്, മറ്റേത് ആ കമ്പ് മാത്രമായിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു. അതിൽ നമ്മുടെ വീമാസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡിയായി. ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഇട്ടേക്കുന്നതുകൊണ്ട് പിന്നെ എപ്പോഴും ഇടേണ്ടല്ലോ, ഒരു ബോറിംഗ് അല്ലേ ഇത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവുമാട്ടോ. അപ്പോൾ ആദ്യം പുറകിലൊന്നും ഒത്തിരി അടിക്കാനായിട്ട് ആ മാവുള്ള സ്ഥലത്ത് മാത്രമേ, അല്ല പ്ലാവിൻ്റെ ഉണ്ടല്ലോ അവിടെയും ഫ്രണ്ടിൽ മാവിൻ്റെ അവിടെ മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ടും ബാക്കും അടിക്കാനുള്ളൂ. ഇവിടെ പിന്നെ ഈ പുല്ല് കുറച്ചൊക്കെ ഇങ്ങനെ വരുന്നതൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പണിയാട്ടോ. ബാക്ക് സൈഡിൽ തന്നെ ഇവിടെ ഒരു മറ്റേ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു മരമുണ്ട്, പിന്നെ പ്ലാവും ഉണ്ട്. അപ്പോൾ ആ പ്ലാവ് ഈ നിൽക്കലല്ലാണ്ട് അതിൽ നിന്ന് ഒരു ഗുണമൊന്നുമില്ല. പക്ഷേ സ്റ്റാർ ഫ്രൂട്ട് സീസൺ അനുസരിച്ച് കായ്ക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ അതിൻ്റെ കുറച്ച് ഇലയും അത് മാത്രമേ ഈ ബാക്ക് വശത്ത് അടിക്കാനുള്ളൂ. ഫ്രണ്ടിൽ മാവ് അങ്ങനെയും നിൽക്കണു. അത് ഈ പറഞ്ഞ കണക്ക് മാവിലൊന്നും വർഷങ്ങളായിട്ട് നിൽക്കലല്ലാണ്ട് അതിലൊന്നും ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല, പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മുറ്റടി അങ്ങനെ നടക്കണം. മോൻ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ആൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. ഇന്ന് അത്യാവശ്യം ചൂടുള്ള ദിവസമാണെന്നുള്ള കാര്യം എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കൊക്കെ അത്യാവശ്യം ഇച്ചിരി നല്ല പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും കുറച്ച് പണികളൊക്കെ തീരാനുണ്ട്. ഒരു അടുക്കളയും കൂടെ ചെറുതായിട്ട് വർക്ക് ഏരിയ പോലെയൊക്കെ നമുക്കൊന്ന് ഇങ്ങോട്ട് എടുക്കണം, പിന്നെ മെറ്റലൊക്കെ ഇടണം, അങ്ങനെയൊക്കെയുള്ള പണിയല്ല എല്ലാം കുറേശ്ശെ പതിയെ നമുക്ക് ചെയ്യാം അല്ലേ. ഒക്കെ വരട്ടെ, നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ മുറ്റടിക്കൽ എന്തായാലും കഴിഞ്ഞ് വരികയാണ്. ഇനി ഫ്രണ്ടും കൂടെ ജസ്റ്റ് ആ റംബൂട്ടാൻ നിൽക്കുന്നതിൻ്റെയും മാവ് നിൽക്കുന്നതിൻ്റെ അവിടെ മാത്രം കുറച്ച് കാര്യം കൈകൊണ്ടെടുത്ത് കളയാനേ ഉള്ളൂ. എന്നാലും ഒന്ന് അടിച്ചാൽ റോഡിൻ്റെ സൈഡ് മതിലിൻ്റെ സൈഡും കൂടെ ചേർത്ത് ഞാനങ്ങ് പോകും കേട്ടോ. കുറച്ച് ഒന്ന് അടിച്ചിടും, കാരണം ഫ്രണ്ടല്ലേ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞോ അതോ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ? ഇപ്പം മണി 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കഴിഞ്ഞു. ഞാൻ അരിക്കുള്ള വെള്ളവും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കണോ കാര്യങ്ങളൊക്കെ. ഇന്ന് മോന് സ്കൂളുള്ള ദിവസമാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോണു. നല്ല കാലാവസ്ഥയാണ്. ആർക്കും അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ സമയത്ത് ഈ മഞ്ഞൊക്കെയുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറാട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ ഇടങ്ങേറായി പോവാം. കാരണം വെച്ചാൽ ചുമ വന്നു കഴിഞ്ഞാൽ ആ ഒരു കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും മാറത്തേ ഇല്ല. കാരണം ഈ തണുപ്പല്ലേ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയുർവേദമല്ല ഇനി ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ എന്താണെങ്കിലും ഒരു രക്ഷയില്ല, ഒരു വിധത്തിലും മാറില്ല. അപ്പോൾ ഞാൻ മുറ്റടിക്കൽ കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് ഇനിയിപ്പോൾ നമുക്ക് അരി ഇടാനുള്ള പരിപാടിയും കൂടെ നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഷോപ്പിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് ഇന്ന് തല കുളിച്ചില്ല, ഒന്ന് മേലൊക്കെ കഴുകി മാറ്റി. കാര്യം വെച്ചാൽ തൊണ്ടയ്ക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ തല നനയ്ക്കുന്നില്ല. അപ്പോൾ എന്തായാലും മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുമണി എഴുന്നേറ്റിട്ടുണ്ട്. താഴെ നിന്ന് എന്തോ സാധനം എടുത്ത് വായിൽ വയ്ക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞാൻ അപ്പോൾ തന്നെ മേടിച്ച് കളഞ്ഞതാക്കേണ്ടത്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ അരി ഇട്ടു എങ്കിലും കപ്പ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, നമ്മുടെ മരിച്ചിന്. അപ്പോൾ പറഞ്ഞു ഇത് നല്ല കപ്പയാണ്, പെട്ടെന്ന് വേവുന്നതും കപ്പയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും കഷ്ണം മീനോ അല്ലെങ്കിൽ മീനിൻ്റെ തലയുണ്ടല്ലോ, അപ്പോൾ അതോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് നമുക്ക് കപ്പയും മീൻകറി ആക്കാമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് അത് മതിയെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും അരി അടുപ്പത്തൊക്കെ ഇട്ടു കേട്ടോ. കാര്യം എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കപ്പ വലിയ കപ്പയായിരുന്നു. അപ്പോൾ ഞാനത് ഒറ്റ കപ്പയാട്ടോ അത്. അപ്പോൾ ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊണ്ടെല്ലാം കളഞ്ഞ് എല്ലാം റെഡിയാക്കി കഴുകി എടുത്തിട്ടാണ് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടും കേട്ടോ.
തൊണ്ട പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. സൗണ്ട് കൊടുക്കാനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് തൊണ്ടയ്ക്ക്, അതുകൊണ്ടാണ് വോയിസ് ഒരു ഇതായി വരുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ കപ്പ നന്നായിട്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിടാം. ഞാൻ ഈ വലിയ കുക്കറിലാണ് ഇപ്പോൾ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ കപ്പ കൂടുതലുള്ളപ്പോഴത്തേക്കും ഈ വലിയ കുക്കർ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം കഴുകിയതാണ്, എന്നാലും കപ്പ ഞാൻ ഒരു 3-4 വെള്ളം കൂടെ ഒന്ന് കഴുകാനുണ്ട്. ഇടയ്ക്ക് വലിയ കഷ്ണം കണ്ടത് ഒന്നുകൂടെ കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3 വിസിൽ കേൾപ്പിച്ച് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് മാറ്റി വെക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഒത്തിരി വെന്ത് കഴിഞ്ഞാലും കപ്പ പിന്നെ നമുക്ക് ഒത്തിരി വെന്താലും ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കപ്പ ഉള്ളിയും മുളകും ഇട്ട് ഒന്ന് ഉടച്ചിങ്ങ് എടുക്കുന്ന രീതിയാണ്, കറിവേപ്പിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ അങ്ങനെ നല്ല ഇതായിട്ട് ഇങ്ങനെ കുഴമ്പ് പോലെ എടുക്കുന്നതിൽ ആ മീൻകറി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ കഴുകി വെച്ചിരിക്കുന്ന കപ്പയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ബിസിലൊക്കെ കേൾപ്പിക്കാം കേട്ടോ. ഒരു ചെറിയ ഇതാണ് ഫ്ലെയിമാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു 2 അല്ലെങ്കിൽ 3 ബിസിൽ മാക്സിമം അത്രയും മതി. കാരണം പെട്ടെന്ന് വേവുന്ന കപ്പയാണ് നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അത്രയും ബിസിലൊക്കെ കേൾപ്പിച്ചാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടുന്ന, അപ്പോൾ എന്തായാലും അത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4-5 വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും ഒരു 2-3 പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചല്ല, ഒന്ന് ഉടച്ചെടുക്കും പോലെ, അരഞ്ഞു പോകരുത്, ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് തൊണ്ടെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് കഴുകി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇന്നെന്തായാലും ഉച്ചത്തേക്ക് ഞങ്ങൾ ചോറ് ഉണ്ടാക്കിയെങ്കിൽ ഇന്നെന്തായാലും ഞങ്ങൾക്കൊരു പൂതി കപ്പയും മീൻകറിയും കഴിക്കാനാണ്. അപ്പോൾ ഇക്ക പറഞ്ഞപ്പോൾ എനിക്കൊരു കൊതിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇന്ന് എന്തായാലും മീൻകറി. അപ്പോൾ മീൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇന്ന് വീട്ടിൽ കൊണ്ടുവരുന്ന ഇക്ക ചാള കൊണ്ടുവന്നുകൊണ്ട് അത് പിന്നെ മേടിച്ചില്ല. ഇക്ക കവലയ്ക്ക് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു വശത്ത് നമ്മുടെ ചോറിൻ്റെ പരിപാടി ആയിക്കൊണ്ടിരിക്കണം, മറ്റു വശത്ത് കപ്പയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ മോക്ക് ചെറുതായിട്ട് ചുമയും പനിയുള്ളതുകൊണ്ട് കയ്യിൽ മരുന്നിരിപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര പാടാണ് മരുന്ന് കൊടുക്കാൻ. ഞാൻ അപ്പോൾ ഫില്ലറിൽ വെച്ചിട്ട് കുറേശ്ശായിട്ട് കൊടുക്കും. പല്ലി അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ കുടിപ്പിക്കണമെന്നറിയാവോ. പല്ലി കടിക്കാൻ വന്നു, പല്ലി ഇതേ വരും നമ്മളെ കടിക്കാനെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കുടിപ്പിച്ചു. പിന്നെ മൂക്കിൽ മറ്റേ സലൈൻ ഡ്രോപ്പിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ മരുന്ന് കൊടുത്ത പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനി എന്താ പണി, ഇനി നമ്മുടെ കപ്പപ്പുഴുക്കുണ്ടാക്കണം. പിന്നെ നമ്മുടെ വേറെ പരിപാടിയൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കടയിൽ പോണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കടയിൽ പോയിട്ടില്ല. കാര്യം ഇന്ന് മൊത്തത്തിൽ എന്നത്തെ പോലെ എണീറ്റെങ്കിലും ഒരു ഒരു ഉന്മേഷമില്ല. അപ്പോൾ കുറഞ്ഞെന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഉച്ച വരെ ഇരുന്നോളാം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കട നേരത്തെ അടിച്ചിട്ട് മീൻ മേടിച്ചിട്ടില്ലല്ലോ. അപ്പം കവലയ്ക്ക് പോയിട്ട് മീൻ മേടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് കട നേരത്തെ അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ കപ്പയിലെ വെള്ളം കുറച്ചുണ്ടായിരുന്നൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് കപ്പയിലിട്ട് ഒന്ന് ഉടച്ച് നല്ല രീതിയിൽ, ഉപ്പ് ഇച്ചിരി കുറവ് തോന്നിക്കഴിഞ്ഞാൽ അതും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ ഒരു പൊടിക്ക് കുറവേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത്, എൻ്റെ കൈ എനിക്ക് ഭയങ്കര വേദന കേട്ടോ. കാര്യം ഈ ഉപ്പ് എല്ലായിടും നന്നായിട്ട് വരണ്ടേ. പിന്നെ കുറച്ച് നല്ല കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചാൽ മതി, കൂട്ടണ്ട, അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല കപ്പ കേട്ടോ, ശരിക്കും നല്ല കപ്പ തന്നെയായിരുന്നു. നല്ല ഉടച്ചെടുത്തപ്പോൾ നല്ല പോലെ നല്ല ഇതായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മീനിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ മീൻകറിക്ക് വേണ്ട തേങ്ങയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അരപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് വരണം എന്നല്ല. കാരണം ഈ തലക്കറി വെക്കുമ്പോൾ മുളക് ചാറ് വെച്ചാലും ടേസ്റ്റാണ്. പക്ഷേ എങ്കിലും തേങ്ങ അരച്ച് നമ്മൾ ഈ കപ്പയിലൊക്കെ ഒഴിക്കുമ്പോൾ തേങ്ങ അരച്ച കറിയാകുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ കഷ്ണം മീനും മേടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കേരയുടെ ആണെന്ന് തോന്നുന്നു, ഞാൻ പേര് ചൂരയല്ല, അങ്ങനെ കഷ്ണം മീനാണ്. അപ്പോൾ അതിൻ്റെ തലയും കുറച്ച് കഷ്ണവും കൂടെ ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്യാൻ വറുക്കാൻ 2-3 കഷ്ണം മാറ്റി വെച്ചു. ബാക്കിയുള്ളത് ഞാനിത് കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ തക്കാളിയും പിന്നെ
ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുടംപുളി വേണമല്ലോ. കുടംപുളി ഞാൻ കുറച്ച് കഴുകിയെടുത്ത് കുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചട്ടിയിൽ എണ്ണ ചൂടായി വന്നു, ഉലുവ പൊട്ടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ് പാകത്തിനൊഴിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടില്ലേ, ആ കൂട്ടും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കുടംപുളി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കത്രിക കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിടുന്നത്. ഇതാണ് മീൻ. കഷ്ണത്തിൻ്റെ കുറച്ച് ഒരു നല്ല ഭാഗം ഞാൻ ഇച്ചിരി മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി വറുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. കാരണം മോന് ചിലപ്പം കറി കഴിച്ചില്ലെങ്കിൽ പിന്നെ പണിയാവൂലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ അത് അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 മണി 1:15 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഊണൊക്കെ കഴിഞ്ഞോ അതോ ഊണ് കഴിക്കാൻ പോവുകയാണോ? എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? കമൻറ്റ് ബോക്സിലൂടെയൊക്കെ കുറച്ച് കമൻസൊക്കെ എല്ലാവരും ഇടണം കേട്ടോ. എന്തൊക്കെയാണ് ഈ എൻ്റെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയണ്ടേ? എന്തെങ്കിലും പോരായ്മകളോ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എനിക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് കഴുകി വെച്ചിരുന്ന കഷ്ണങ്ങൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മീനായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും മറന്നുപോയി. അപ്പോൾ ഞാൻ ചൂരയല്ല കേരയല്ല കഷ്ണം മീനാണ്, അത് ഞാൻ പേര് മറന്നുപോയി. നല്ല മീനാണ്. ഇതിപ്പോൾ എന്തോക്കെ അളവ് എനിക്കറിയില്ല. 250 രൂപ അങ്ങനെ ആയെന്നാണ് പറഞ്ഞ എൻ്റെ അടുത്ത്. 250 രൂപ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിന്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ചേക്കാണ്. അത്യാവശ്യം നല്ല വേവട്ടെ കേട്ടോ, മുള്ളൊക്കെ ഉള്ളതല്ലേ. ഇനി അതിൽ ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് എൻ്റെ മേളിലൊന്ന് ഒഴിച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വന്ന് അവിടെ ഇരുന്ന് കടയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒന്ന് ഈ കപ്പയൊക്കെ ഒന്ന് ഇളക്കി താട്ടിയെന്ന് പറഞ്ഞു, ഉപ്പൊക്കെ ഒന്ന് യോജിച്ച് വരണ്ടേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കപ്പയും മീൻകറിയും റെഡിയായി. ഇന്നത്തെ വ്ളോഗും വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.